ഇന്തങ്ങ് എന്റെ ആകെ കൂടിയുള്ള പ്രതീക്ഷ ഫൈറ്റർ മുരുകനായിരുന്നു. ഹര ഹരോ ഹര, മുരുകനും പോയി കിട്ടി. നീ എന്ത് ചെയ്യും? ഇതുപോലെ തളർന്നു കിടക്കുന്ന വേറെ ഏതെങ്കിലും ഫൈറ്റ് മാസ്റ്ററോ ഡാൻസ് മാസ്റ്ററോ ഉണ്ടോ? വൈഫ് ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം. ഒന്ന് പോ ഡോക്ടറെ ഇവിടുന്ന്. മുഞ്ചാമേ എവിടെ വച്ച്? 50 ரூபானே. சரி அண்ணா, நாளைக்கு ரோலக்ஸ் ஹோட்டல்ல பார்க்கலாம். நீங்க கூப்பிட்ட போதும். சரி வரேன். ആ പെണ്ണ് കൊള്ളാമല്ലോ. ഏതാ? അത് കേസാ. വക്കീലാണോ? ആ കേസല്ല, കേസ് കെട്ട് റോസിലി. മലയാളിയാ, നമുക്ക് ശരിയാവില്ല. നോട്ട് കെട്ടാണോ കേസ് കെട്ടാണോ എന്ന് അമേരിക്കക്കാർക്ക് എങ്ങനെ അറിയാം? കാണാൻ ചന്തമുണ്ടോ, ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ടോ, അത് മതി. ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇത് ഉറപ്പായിട്ട് നടക്കും. ഡോക്ടറുടെ കർച്ചീഫ് ഉണ്ടല്ലോ. എന്തിനാ? ഒന്ന് മുഖം മറയ്ക്കുന്നത് നല്ലതാവാ. നിർബന്ധമാണോ? ഇതൊക്കെ മാനമര്യാദയായിട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണോ? ഒരു കേസ് കെട്ടുകൊണ്ട് വന്നിരിക്കുന്നു. നിനക്കൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേ? ഗർഭിണിയാക്കാൻ നടക്കുന്നു. വയറും വീർത്ത് ഗർഭമായിട്ട് നടന്നാലേ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരെന്തോന്ന് പറയാൻ? ചുമ്മാ അതൊന്നും അല്ലല്ലോ. രൂപ 10 ലക്ഷം തന്നിട്ടല്ലേ. പിന്നെ നാണക്കേട്. അത് പിന്നെ പൈസ തീർത്തോളില്ലേ? നമ്മള് ഫീൽഡിൽ നിന്ന് മാറിയാലേ തള്ളിക്കറൻ ആളങ്ങ് ക്യൂ നിക്കുക. പെറ്റേച്ച് വരുമ്പോഴേ നമ്മുടെ ഡിമാൻഡ് അങ്ങ് പോകും. കെട്ടിയോനില്ലാതെ പെറ്റ പെണ്ണിനെ പിന്നെ ആരെങ്കിലും കെട്ടുവോ? ഡോക്ടർ കെട്ടുവോ? ഞാൻ മാരീഡാ. ടൈലർ കെട്ടുവോ? ഇല്ല. ഇത് കെട്ടുപൊട്ടിയ കേസാ. കെട്ടുമുറുകുന്നതിന്റെ സ്ഥലം വിടാൻ പാ. വരട്ടെ സിസ്റ്ററെ, ഒന്നും മനസ്സിൽ വെക്കരുത്. അപ്പൊ ഞങ്ങളെ നിക്കണ്ടല്ലേ? ആരും കണ്ടു കാണില്ലല്ലോ. ഇവിടെ എന്നെ പരിചയമുള്ള ആരും ഉണ്ടാവില്ല. ஹாய் படி, அவரியோ? അയ്യേ, ആരാ മനസ്സിലായില്ല. என்ன தெரியலையா? உங்க ஃபேஸ்புக் ஃப்ரெண்ட் நயன் நேத்து நீங்க போஸ்ட் பண்ண போட்டோவுக்கு ஆசம்னு கமெண்ட் பண்ணிருந்தீங்களே. உங்க ப்ரொஃபைல்ல ஃபிலிம் ஸ்டார் நயன்தாரா போட்டோ தானே போட்டுருக்கு. யப் புரிஞ்சு போச்சு. എടാ പാവി, എന്നെ ഏമാത്തിയാച്ച്. എന്താ ഡോക്ടറെ? ഫിലിം സ്റ്റാർ നയൻതാരയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദാ കണ്ടോ, ഇപ്പൊ ആക്രി കച്ചവടോ. ഓക്കെ ബഡി, പറ്റുമാ? നയൻതാര ബൈ. ஓகே பை டியர். വിട്ടോ കുഴപ്പമായി. വണ്ടി വിട്ടോ, ഇജലാസാണ്. ചാന്ത് പൊട്ട് വിട്ടോ. രഞ്ജിത്തെ, എനിക്ക് ഓടാൻ പറ്റുന്നില്ല, വണ്ടി പിടിക്കാം. അവനവന് പറ്റുന്ന പണി ചെയ്താ പോരെ ഡോക്ടർ. ഇനി ഈ ഗർഭപാത്രം ഭ്രൂണത്തിനൊന്നും ഞാനില്ല. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ വരട്ടെ. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് കൊടുക്കാം.